ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്ന മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അലീനെ കണ്ടുപിടിക്കുകയാണ് ബാലചന്ദ്രൻ പോലീസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മുടെ ശിവനും രാജീവും ചേർന്നാണ് അലീനെ തട്ടിക്കൊണ്ട് പോയത് ഗുണ്ടാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ പക്ഷേ തൻ്റെ സഹോദരിയുടെ മകളാണ് അലീന, അതായത് വൈജയന്തി പ്രസവിച്ച മകളാണ് അലീനയാണെന്ന് സത്യം തിരിച്ചറിയുന്ന നിമിഷ അവർക്ക് കുറ്റബോധം തോന്നുകയാണ്. അപ്പോൾ തങ്ങളുടെ കസ്റ്റഡിയിലാണ് അലീന എന്നുള്ള സത്യം അവർ വെളിപ്പെടുത്തുകയും അങ്ങനെ ഗംഗാധരൻ വഴി ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളൊക്കെ അറിയുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് അലീനെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ്, എന്തായാലും അലീന രക്ഷപ്പെട്ടു കഴിഞ്ഞു, അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ നീക്കവും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെയും ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറയുന്നത് അത് പീഡനത്തിന് തുല്യമായ കേസാണ്. അപ്പോൾ ആ കേസായിരിക്കും നിങ്ങൾക്കെതിരെ ചാർജ് ചെയ്യപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ ശേഷം എല്ലാവരോടും വരിക, കുട്ടിയുടെ മൊഴി എടുക്കണം, പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ ഓരോരുത്തരുടെ പേരും മേൽവിലാസം എല്ലാം വേണമെന്നൊക്കെ SI പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ അതിലിടപെടുകയാണ്. അവരുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അപ്പോൾ പോലീസ് പറയും, എന്ത് തെറ്റിദ്ധാരണ, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതാണോ തെറ്റിദ്ധാരണ, എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു തീർത്തുവിടും, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വളരെ കുറ്റകൃത്യമല്ലേ എന്ന് പോലീസ് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് പരാതി തന്ന ബാലചന്ദ്രനാണ്, ബാലചന്ദ്രൻ പറയുന്ന പോലെ ഞാൻ മുന്നോട്ട് നീങ്ങത്തുള്ളൂ എന്ന് SI പറയുകയാണ്. എനിക്ക് കേസുമായി മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല, പക്ഷേ അലീനെ തട്ടിക്കൊണ്ട് പോകുന്ന ഇവർക്ക് ശിക്ഷ കിട്ടണമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അവളുടെ കാലിൽ വീണ് നിങ്ങൾ മാപ്പ് ചോദിക്കണം, അതാണ് എൻ്റെ ഡിമാൻഡെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ആദ്യം രാജീവൻ പോവുകയാണ്. അപ്പോൾ രാജീവൻ ചെന്ന് കാലിൽ പിടിച്ച് മാപ്പ് പറയുകയാണ്. ആദ്യം ഒരു എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും പിന്നീട് ബാലചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം മാപ്പ് പറയുകയും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അലീനയുടെ കാലിൽ പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവേട്ടനും ചെന്ന് ക്ഷമാപണമൊക്കെ ചോദിക്കുകയാണ്. നമ്മളോട് ക്ഷമിക്കണമെന്നും നീ ആരാണെന്ന സത്യം നമ്മൾ അറിഞ്ഞില്ല എന്നും എല്ലാത്തിനും മാപ്പെന്ന് പറഞ്ഞ് അലീനയുടെ കാലിൽ തൊട്ട് തൊഴുകയുള്ള ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അലീന ഒന്നും മിണ്ടാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം ഇവർ എല്ലാവരും തൻ്റെ അമ്മ വൈജയന്തി ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു എന്ന അന്താളിപ്പ് അലീന നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സൊന്ന് തണുക്കുകയാണ്. എന്നിട്ട് SIയോട് പറയുകയാണ്, സാർ എനിക്ക് ഇനി ഒരു പരാതിയില്ല, ഞാൻ എൻ്റെ പരാതി പിൻവലിക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ പോലീസിൻ്റെ വഴിക്ക് പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ അവരോട് പറയുകയാണ്, 3 പേരോടായിട്ട്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ കയറിയിട്ട് വേണം പോകാൻ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട്, എൻ്റെ ഭാഗം നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയും കൃഷ്ണജയും കൂട്ടി തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വഴിയിൽ വെച്ച് നമ്മുടെ മനുവിനെ വിളിക്കുകയാണ്. അപ്പോൾ മനു ഫോൺ എടുത്ത ഉടനെ എന്നെ ചോദിക്കണം, അങ്കിൾ എന്ത് പറ്റി, അലീനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അലീനയ്ക്ക് ഒരു കുഴപ്പമില്ല, അവൾ സുരക്ഷിത എൻ്റെ കൂടെ ഉണ്ട്, നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും കൊള്ളാം കേട്ടോ, ഇത്രയും ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടായല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ നീ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അലീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾക്കൊരു കുഴപ്പമില്ല, അവൾക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല, അവൾ വളരെ ബുദ്ധിമതിയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ കിടന്ന മുറിയിൽ അകത്ത് നിന്ന് കുറ്റിയിടുകയും പിന്നെ അവിടെ കിടന്ന് ചുറ്റിക അണിയെ കൊണ്ട് റൂമെല്ലാം ബന്ധസ്ഥാക്കിയിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ പോലീസിന് റൂമിൻ്റെ കഥ തുറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ തടിയെല്ലാം കൊണ്ടുവന്ന് ഇടിച്ചാണ് ഡോറൊക്കെ തുറന്നതെന്ന് പറയുകയാണ്. ഓക്കെ അങ്കിളെ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരാമെന്ന് പറയുകയാണ്. അപ്പോൾ നീ സൂക്ഷിച്ച് വരണ, രാത്രിയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുമെന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് അലീനയോട് പറയണം, മോളെ നീ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്, ഒരുപാട് പൊടി അഴുക്ക് എല്ലാം നിൻ്റെ ശരീരത്തിലുണ്ട്, നീ ഒന്ന് പോയി നന്നായിട്ട് കുളിച്ച് ഫ്രഷായി നല്ല ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്. കൃഷ്ണച്ചമ്മോൾ നീയും കൂടി ചെല്ലാനായിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗംഗാധരനും ശിവനും രാജീവ് അവിടേക്ക് വരികയാണ്. അവരുടെ മുമ്പിൽ ബാലചന്ദ്രൻ തൻ്റെ മനസ്സ് തുറക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഇവിടെ നേറി കഴിയുകയായിരുന്നു, അപ്പോൾ ആരും എനിക്കില്ലായിരുന്നു, കൂട്ടിനായിട്ട് ഞാൻ ഈ ദുഃഖം സഹിച്ച് ഇങ്ങനെ ജീവിക്കുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞതായിരുന്നു, പക്ഷേ ഗംഗേട്ടൻ ഇവരെ അറിയിക്കാതിരുന്നതാണ് ഗംഗേട്ടന് പറ്റിയ തെറ്റെന്ന് ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു ഇനിയൊരു തീപ്പൊരി ഇടണ്ട, അത് അവിടെ വെച്ച് അവസാനിക്കട്ടെ എന്ന് കരുതി, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാജീവനായിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കാണ് ഈ ഒരവസ്ഥ വന്നത്, നിങ്ങളുടെ ഭാര്യ വിവാഹത്തിന് മുമ്പ് വേറൊരു സ്ത്രീയിലൊരു കുട്ടിയുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നത്, ഞാൻ എങ്കിലും ഉപേക്ഷിക്കുക, അതാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഉപേക്ഷിക്കാതിരുന്നതാണോ കുറ്റം എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. എനിക്ക് 3 മക്കളുണ്ട്, അപ്പോൾ എന്തെങ്കിലും സത്യാവസ്ഥ അവൾ തിരിച്ചറിയുകയാണെങ്കിൽ ഒന്നേ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഡിവേഴ്സിന് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ശിവേട്ടനും വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ നിനക്ക് എല്ലാം
നമ്മളോട് തുറന്ന് പറയാമായിരുന്നില്ലേ? പക്ഷേ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. തുറന്ന് പറഞ്ഞെന്നാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുകയാണ്. ഞാൻ എങ്ങനെ തുറന്ന് പറയാനാണ്? നിങ്ങളുടെ അനിയത്തി പിഴച്ച് പെറ്റ ഒരു കുട്ടിയുണ്ടെന്ന്, ആ കുട്ടിയാണ് അലീന, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ല, ഇനി ഇത് വൈജി അറിയാൻ നോക്കണം, അതാണ് നമ്മുടെ അടുത്ത തീരുമാനമെന്ന് പറയുകയാണ്. ഞാനായിട്ട് ഒരിക്കലും അവളെ അറിയിക്കാത്തിടത്തോളം കാലം ഞാൻ അവളുടെ കൂടെ തന്നെ കാണും. പക്ഷേ ഇത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം തന്നെ ഡൈവേഴ്സിന് പോകുമെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് രാജീവും ശിവേട്ടനും എല്ലാം പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ ചതിച്ച് നിങ്ങളുടെ സഹോദരിയാണ്. അത് നിങ്ങൾക്ക് എന്നും ഓർമ്മ വേണമെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവർ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊക്കോട്ടെ, നേരം വെളുക്കാറായെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ 3 പേരും കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, 1 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുകയാണ്, നിങ്ങൾ കാറിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുകയാണ്, എനിക്ക് അലീനെ ഒന്ന് കാണാൻ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ചെന്ന് അലീനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഗംഗാധരൻ അലീനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ എന്നോട് ആരും പറയാതെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു നീ എൻ്റെ സഹോദരിയുടെ മകൾ അലീനയാണെന്നുള്ള സത്യം. അപ്പോൾ എൻ്റെ സഹോദരങ്ങളും എൻ്റെ സഹോദരി എല്ലാവരും നിന്നോട് ക്രൂരതയാണ് കാണിച്ചത്, എല്ലാത്തിനും ഞാൻ മാപ്പ് പറയുകയാണെന്ന് തൊഴുകൈയോടുകൂടി പറയുകയാണ്. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല, നിനക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കുക, അതിനുള്ള ചുറ്റുപാടെല്ലാം നമ്മൾ ഉണ്ടാക്കി തരുമെന്നും പറയുകയാണ്. എന്നിട്ട് ഒരിക്കൽ കൂടി മാപ്പ് പറയുകയാണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് നീ ഒരുപാട് അനുഭവിച്ച, അച്ഛനില്ല, അമ്മയില്ല, ഒരു അനാഥാലയത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്. പക്ഷേ അതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് തൊഴുകൈയോടുകൂടി ഗംഗാധരൻ അലീനയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്